ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ് ഹിന്ദിയിലെ ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ലേഖനമാണ്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സോബാൻ ജോഷി. സോബാൻ ജോഷിയുടെ ലേഖനമാണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ. ഫുട്ബോൾ കെ ദിൽ കാ രാജ, ഫുട്ബോളിന്റെ മാനസ രാജാവ്. ദിൽ എന്ന് വെച്ചാൽ മനസ്സ്, ഫുട്ബോളിന്റെ മാനസ രാജാവ് സോബാൻ ജോഷി. ഫുട്ബോളിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ, ഫുട്ബോൾ മാന്ത്രികൻ പെലെ. പെലെയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? പെലെയെ കുറിച്ച് അറിയാത്തവരാരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ലോക ഫുട്ബോളിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ, ഫുട്ബോൾ മാന്ത്രികൻ പെലെ. അതായത് കഠിനമായ അധ്വാനം, അത്യാധ്വാനവും അതേപോലെ തന്നെ സമർപ്പണ മനോഭാവവും കൊണ്ട് ഫുട്ബോളിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച പെലെയെ കുറിച്ചാണ് ഈ ലേഖനം. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫുട്ബോൾ ക്യാ കോയി ദേശ് ഹേ കി ഉസ്കാ രാജാ ഹോ. ഫുട്ബോളിന് ഒരു രാജാവുണ്ടെന്ന് പറയാൻ ഫുട്ബോൾ എന്താ ഒരു രാജ്യമാണോ? ഫുട്ബോൾ ക്യാ കോയി ദേശ് ഹേ, ദേശ് എന്ന് വെച്ചാൽ രാജ്യം. അപ്പൊ ഫുട്ബോൾ ഒരു രാജ്യമാണോ? കി ഉസ്കാ രാജാ ഹോ, അതിനൊരു രാജാവുണ്ടെന്ന് പറയാൻ, ഒരു രാജാവുണ്ടെന്ന് പറയാൻ ഫുട്ബോൾ എന്താ ഒരു രാജ്യമാണോ? ജിസ് 11 ഖിലാഡിയോ കി 2 ടീമേ ഖേൽത്തി ഹേ. അതായത് ഫുട്ബോളില് 11 കളിക്കാർ ചേർന്ന 2 ടീമുകൾ, 11 കളിക്കാരുള്ള 2 ടീമുകൾ കളിക്കുന്നതും മാനേജർ ഔർ പ്രശിക്ഷക് ഹോത്തെ ഹേ. മാനേജരും പരിശീലകനുള്ളതുമായിട്ടുള്ള ഉസ് ഖേൽ കാ കോയി ഏക് ഖിലാഡി മഹാനതം കൈസെ മാനാ ജാ സക്താ ഹേ. അതായത് 11 കളിക്കാരുള്ള 2 ടീമുകൾ കളിക്കുന്നതും മാനേജരും പരിശീലകനുള്ളതുമായിട്ടുള്ള ആ കളിയിൽ ഏതെങ്കിലും ഒരു കളിക്കാരനെ എങ്ങനെ മികച്ചതായി കണക്കാക്കാനാണ്? മഹാനത്ത് എന്ന് വെച്ചാൽ മികച്ചതായി, അതായത് ഏറ്റവും നല്ല പ്ലെയറായി എങ്ങനെയാണ് കണക്കാക്കുന്നത്? മാന്യ എന്ന് വെച്ചാൽ കരുതുക. എങ്ങനെയാണ് ഏറ്റവും ഒരാളെ മാത്രം നല്ല കളിക്കാരനായി കണക്കാക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അതായത് ഫുട്ബോൾ എന്ന് പറയുന്നത് 11 ഖിലാഡിയോ കി 2 ടീമേ ഖേൽത്തി ഹേ. 11 കളിക്കാരുള്ള 2 ടീമുകളാണ് കളിക്കുന്നത്. കൂടാതെ മാനേജറുണ്ട്, പരിശീലകനുണ്ട് അല്ലെ, പരിശീലകനുമായിട്ടുള്ള ആ കളിയിൽ ഏതെങ്കിലും ഒരു കളിക്കാരനെ എങ്ങനെ മികച്ചതായി കണക്കാക്കാനാണ്? ജിത്നെ ഹി വജഹ് സേ, ജയിക്കുന്നത് കൊണ്ടോ. ജിത്നെ എന്ന് വെച്ചാൽ ജയിക്കുക കേട്ടോ. ജിത്നെ ഹി വജഹ് സേ, ജയിക്കുന്നത് കൊണ്ടോ. किंतु हर जीत तो जरा सी बातों से तय होती है. പക്ഷേ ജയവും തോൽവിയും, ഹർ എന്ന് വെച്ചാൽ തോൽവി, ജീത്ത് എന്ന് വെച്ചാൽ ജയം. ജയവും തോൽവിയും എപ്പോഴും എങ്ങനെയാണ്? മാറി മാറി വരുന്നതാണ് അല്ലെ? ജയവും തോൽവിയും. പക്ഷേ ജയവും തോൽവിയും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ജരാ സി ബാത്തോം സേ തായ് ഹോത്തി ഹേ. തായ് ഹോത്തി എന്ന് വെച്ചാൽ തീരുമാനിക്കുക. അപ്പൊ ഹർ എന്ന് വെച്ചാൽ തോൽവി, ജീത്ത് ജയം. ജരാസി ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ജരാസി ബാത്തോം, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് തായ് ഹോത്തി ഹേ. തായ് ഹോ എന്ന് വെച്ചാൽ തീരുമാനിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. കൈ ബഹുത് ബഡിയ ഷോട്ട് ഗോൾ മേം തബ്ലിഗ് നെഹി ഹോത്തെ. വളരെ മികച്ച പല ഷോട്ടുകളും ഗോളുകളായി മാറുന്നില്ല. അതായത് ബഡിയ ഷോട്ട്, വലിയ ഷോട്ടുകൾ, നല്ല ഷോട്ടുകളൊന്നും തന്നെ ഗോളുകളായിട്ട് രൂപാന്തരപ്പെടുന്നില്ല. തബ്ലിഗ് എന്ന് വെച്ചാൽ രൂപാന്തരപ്പെടുക കേട്ടോ. അപ്പൊ ഇവിടെ വലിയ ഷോട്ടുകൾ, വളരെ മികച്ച ഷോട്ടുകളും ഗോളുകളായിട്ട് മാറുന്നില്ല. ജബ്കി ദൂസരോം കി ഗൽത്തി സേ ടീം ജീത് ജാത്തി ഹേ. എന്നാൽ മറ്റുള്ളവരുടെ പിഴവുകൾ, ഗൽത്തി എന്ന് വെച്ചാൽ തെറ്റ്, പിഴവുകൾ കൊണ്ട് ടീമുകൾ വിജയിക്കാറുണ്ട്. ഫിർ ഫുട്ബോൾ പെലെ കെ ഖേൽ കാ രാജ ക്യോം കഹത്തെ ഹേ. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഫുട്ബോളർ പെലെയെ ഫുട്ബോൾ കളിയുടെ രാജാവ് എന്ന് വിളിക്കുന്നത്? അതായത് 11 കളിക്കാരുള്ള 2 ടീമുകളാണ് കളിക്കുന്നത്. അതിൽ ഈ 11 കളിക്കാരുടെയും പ്രയത്നം കൊണ്ടാണ് എന്തുണ്ടാവുന്ന ഒരു ടീം വിജയിക്കുന്നത്. പിന്നെ അതിൽ ഒരാളെ മാത്രം എങ്ങനെയാണ് ഫുട്ബോളിന്റെ രാജാവ് എന്ന് വിളിക്കുന്നത്? അതേപോലെ തന്നെ നല്ല ഷോട്ടുകൾ കിട്ടിയാലും അവിടെ അത് ഗോളായിട്ട് മാറണമെന്നില്ല. അത് മാത്രമല്ല മറ്റുള്ളവരുടെ പിഴവുകൾ കൊണ്ട് ടീമുകൾ വിജയിക്കാറുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കളിയിൽ എങ്ങനെയാണ് ഒരാളെ മാത്രം രാജാവായി മനസ്സിൽ എല്ലാവരും കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ മാത്രം ഫുട്ബോളിന്റെ രാജാവായിട്ട് മാറുന്നത്? ഫിർ ഫുട്ബോളർ
പെലെയ്ക്ക് ഗേൽ കാ രാജ ക്യോം കഹത്തെ ഹെ, പിന്നെ എന്തിനാണ് ഫുട്ബോളർ പെലെയെ ഫുട്ബോൾ കളിയുടെ രാജാവ് എന്ന് വിളിക്കുന്നത്? 29 दिसंबर 2022 को 82 साल की उम्र में उनकी मृत्यु हुई. 2022 ഡിസംബർ 29 82-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 2022 ഡിസംബർ 29 82-ാമത്തെ വയസ്സിൽ, ഉമ്ര എന്ന് വെച്ചാൽ വയസ്സ്, ഒരു 82-ാമത്തെ വയസ്സിൽ ഉൻകി മൃത്യു ഹുയി, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ബ്രസീൽ കെ ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി തി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ശവയാത്ര, അതായത് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ബ്രസീലിൽ യാത്ര ചെയ്തത് 13 കിലോമീറ്റർ നീളത്തോളമാണ്. അതായത് ബ്രസീലിൽ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര 13 കിലോമീറ്റർ നീളമുള്ളതായിരുന്നു. 13 കിലോമീറ്റർ നീളമുള്ളതായിരുന്നു. अंतर्राष्ट्रीय फुटबॉल से वे 50 साल पहले रिटायर हो गए थे. क्लब के गेल से 1970 है. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് 50 വർഷം മുമ്പും ക്ലബ് ഫുട്ബോളിൽ നിന്ന് 1977 അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു. ഉൻകെ സമയമേം ഓർ ഉസ്കെ ബാദ് കമാൽ കെ കൈ ഖിലാഡി ഹുയെ. അദ്ദേഹത്തിന്റെ കാലത്തും അതിനുശേഷവും അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കളിക്കാരുണ്ടായി. കമാൽ എന്ന് വെച്ചാൽ ആശ്ചര്യം, അത്ഭുതം, അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കളിക്കാരുണ്ടായി അദ്ദേഹത്തിന്റെ കാലത്തും. ഉസ്കെ സമയ് ഓർ ഉസ്കെ ബാദ്, അദ്ദേഹത്തിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ കാലത്തും അതിനുശേഷവും അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കളിക്കാരുണ്ടായി. അർജന്റീനയിൽ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ, ഡിഗോ മർഡോണ, ലയണൽ മെസ്സി. ഹംഗറിയുടെ ഫെറൻക് പുസ്കസ്, ജർമ്മനിയുടെ ഫ്രാൻസ് ബെക്കൻബോവർ, ഹോളണ്ടിന്റെ ജൊഹാൻ ക്രൈഫ്. ബ്രസീലിൽ അത്ഭുതപ്പെടുത്തുന്ന കളിക്കാരുടെ ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം അത്രയും പ്രശസ്തരായ കളിക്കാരാണ്. അദ്ദേഹത്തിന് ശേഷമുള്ള അത്രയും പ്രശസ്തരായ കളിക്കാരാണ്. സർവശ്രേഷ്ഠ ഖിലാഡി കഹലാനേക്ക ഇൻമേം സെ ഹരേക്ക മസ്ബൂത് ദാവാ ഹെ. സർവശ്രേഷ്ഠ ഖിലാഡി, അതായത് അറിയപ്പെടുന്ന കളിക്കാർ, അത് പ്രശസ്തരായിട്ടുള്ള കളിക്കാർ, അതായത് ഓരോരുത്തർക്കും ഏറ്റവും മികച്ച കളിക്കാർ എന്ന് വിളിപ്പിക്കാനുള്ള ശക്തമായ അവകാശവാദവുമുണ്ട്. പെലെ 3 വിശ്വകപ്പ് ജിത്നെ വാലെ ഏകമാത്ര ഖിലാഡി ഹെ. പിന്നെ ഇതിൽ നിന്നും പെലെയ്ക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണ്? അതായത് 3 വിശ്വകപ്പ്, അതായത് 3 ലോകകപ്പുകൾ നേടിയ ഒരേ ഒരു കളിക്കാരനാണ് പെലെ. ഇവരിൽ നിന്നെല്ലാം പെലെയെ വ്യത്യസ്തമാക്കുന്നത് പെലെ 3 വിശ്വകപ്പ് ജിത്നെ വാലെ ഏകമാത്ര ഖിലാഡി ഹെ. 3 ലോകകപ്പുകൾ നേടിയ ഒരേ ഒരു കളിക്കാരനാണ് പെലെ. 1958 में ब्राजील की पहली विश्व कप विजय के समय 6 गोल करने वाले पेले 17 साल के थे. 1958 ബ്രസീലിന്റെ ആദ്യ ലോകകപ്പ് വിജയത്തിൽ 6 ഗോളുകൾ നേടിയ പെലെയ്ക്ക് 17 വയസ്സായിരുന്നു പ്രായം. 1958 ബ്രസീൽ കി പഹലി വിശ്വകപ്പ് വിജയ്ക്ക് സമയ്. ബ്രസീലിന്റെ ആദ്യ വിശ്വകപ്പ്, അതായത് ബ്രസീലിന്റെ ആദ്യ ലോകകപ്പ് വിജയത്തില് എത്രയാണ്? 6 ഗോളുകൾ നേടിയ പെലെയ്ക്ക് അന്നത്തെ പ്രായം എന്ന് പറയുന്നത് 17 വയസ്സായിരുന്നു. उस प्रतियोगिता के सबसे बढ़िया खिलाड़ी ब्राजील के मिडफील्डर डीडी थे. അപ്പോൾ ആ സമയത്ത് ബ്രസീലിന്റെ മിഡ്ഫീൽഡർ ഡീഡി ആയിരുന്നു മികച്ച കളിക്കാരൻ. ആ മത്സരത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ബ്രസീലിന്റെ മിഡ്ഫീൽഡർ ഡീഡി ആയിരുന്നു. ഉസ് ടീം കെ കരാമാത്തെ ഖിലാഡി ഗാരിഞ്ചാ थे. ആ ടീമിലെ മികച്ച കളിക്കാരൻ, അത് കരാമാത്തി എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന കളിക്കാരൻ ഗാരഞ്ചി ആയിരുന്നു. ആ ടീമിലെ അത്ഭുതപ്പെടുത്തുന്ന കളിക്കാരൻ ഗാരഞ്ചി ആയിരുന്നു. ജിൻഹെ ഫുട്ബോൾ കാ സബ്സെ ബഡിയ ട്രിബ്ലർ കഹാ ജാതാ ഹെ. അദ്ദേഹത്തെ ഏറ്റവും മികച്ച ട്രിബ്ലർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫുട്ബോളിലെ ഏറ്റവും മികച്ച ട്രിബ്ലർ എന്നറിയപ്പെടുന്ന ഗാരഞ്ചി ആയിരുന്നു ആ ടീമിലെ അത്ഭുതപ്പെടുത്തുന്ന കളിക്കാരൻ. जब 1962 में ब्राजील ने विश्व कप दूसरी दफा जीता, तब पेले दूसरे मैच में भी चोट गा के बाहर हो गए थे. 1962 ബ്രസീൽ 2ാം തവണ ലോകകപ്പ് നേടിയപ്പോൾ, അതായത് ബ്രസീലിനെ വിശ്വകപ്പ് ദൂസരി ദഫ എന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം.
1962 ബ്രസീൽ 2ാം തവണ ലോകകപ്പ് നേടിയപ്പോൾ പെലെ 2ാം മത്സരത്തിൽ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു. ചോട്ട് ഗാക്കെ എന്ന് വെച്ചാൽ മുറിവേൽക്കുക, പരിക്കേൽക്കുക. അപ്പൊ പെലെ ദൂസരെ മാച്ചിമേം 2ാമത്തെ മാച്ചിൽ തന്നെ ചോട്ട് ഗാക്കെ ബാഹർ ഹോ ഗയേ തെ, പരിക്കേറ്റ് പുറത്തായിരുന്നു. इस बार गैरिंजा प्रतियोगिता के सबसे बेहतरीन खिलाड़ी थे. ഇപ്പൊ ഈ സമയത്ത് ഗൈരിഞ്ചയായിരുന്നു, ഈ മത്സരത്തിൽ ഗൈരിഞ്ചയായിരുന്നു ഏറ്റവും മികച്ച കളിക്കാരൻ. അതായത് ബെഹത്തരീൻ ഖിലാഡി അത് മികച്ച പെർഫോമർ അല്ലെങ്കിൽ മികച്ച കളിക്കാരൻ. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കളിയില്, ഈ മത്സരത്തില് ഗൈരിഞ്ചയായിരുന്നു ഏറ്റവും മികച്ച കളിക്കാരൻ. 1966 के विश्व कप में पेले पर इतने प्रहार हुए कि वे प्रतियोगिता से बाहर हो गए थे. ബ്രസീൽ ബി. ഇപ്പോൾ 1966 ലോകകപ്പിൽ പെലെക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മത്സരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തായിരുന്നു ബ്രസീലും. 1966 ലോകകപ്പില് പെലെ മത്സരത്തിൽ നിന്ന് പുറത്തായി, ബ്രസീലും പുറത്തായി. 1970 में तीसरा विश्व कप जीतने वाली ब्राजील टीम आज तक की सबसे बढ़िया फुटबॉल टीम कही जाती है. 1970 തീസറ വിശ്വകപ്പ്, മൂന്നാം ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമാണ് ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുട്ബോൾ ടീമായി കണക്കാക്കപ്പെടുന്നത്. 1970 മൂന്നാം ലോകകപ്പ്, തീസറ വിശ്വകപ്പ്, മൂന്നാം ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമാണ് ആജ് തക്ക് സബ്സെ ബഡിയ ഫുട്ബോൾ ടീം കഹി ജാത്തി ഹെ, ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുട്ബോൾ ടീമായി കണക്കാക്കപ്പെടുന്നത്. इसमें पेले के अलावा कई महारथी थे. ഇതിൽ പെലെയെ കൂടാതെ ധാരാളം പ്രമുഖരുണ്ടായിരുന്നു. മഹാരഥി എന്ന് വെച്ചാൽ വിദഗ്ധർ അല്ലെങ്കിൽ മികച്ച കളിക്കാർ. പെലെയെ കൂടാതെ ധാരാളം പ്രമുഖർ ഇതിൽ ഉണ്ടായിരുന്നു. सुंदर फुटबॉल खेलने में 1982 की ब्राजील टीम का नाम सबसे ऊपर आता है जब पेले റിട്ടയർ ഹോ ചുക്കേ തെ. അപ്പൊ 1982 മനോഹരമായിട്ട്, വളരെ മനോഹരമായി, വളരെ ഭംഗിയായി ഫുട്ബോൾ കളിക്കുന്നതിൽ 1982 ബ്രസീൽ ടീമിന്റെ പേരാണ് ഏറ്റവും മുകളിലായി വരുന്നത്. അപ്പോഴേക്കും പെലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. പെലെ കളിയിൽ നിന്ന് വിരമിച്ചിരുന്നു, റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഉൻകെ 1079 गोल के विश्व रिकॉर्ड का लोग മസാഖ് ഉഡാത്തെ ഹെ. അദ്ദേഹത്തിന്റെ 1279 ഗോളുകളുടെ ലോക റെക്കോർഡിനെ ആളുകൾ കളിയാക്കാറുണ്ട്. മസാഖ് ഉഡാന എന്ന് വെച്ചാൽ കളിയാക്കുക, പരിഹസിക്കുക. ആളുകൾ പരിഹസിക്കാറുണ്ട്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഉന്മേൻസെ അധികത്തർ ബ്രസീൽ കെ ക്ലബ് സാന്തോസ് കെ ലിയെ തെ, കാരണം അവയിലധികവും ബ്രസീൽ ക്ലബായ സാന്റോസിന് വേണ്ടിയുള്ളതായിരുന്നു. അതിലധികവും ബ്രസീൽ ക്ലബായ സാന്റോസിന് വേണ്ടിയുള്ളതായിരുന്നു. उनकी अंतरराष्ट्रीय लोकप्रियता का एक कारण यह था कि सांतोस उन्हें दुनिया भर में नुमाइशी मैच खेलने के लिए घुमाता रहा. നുമായിഷി മാച്ച് എന്ന് വെച്ചാൽ പ്രദർശന മത്സരങ്ങൾ കളിക്കാനായി സാന്റോസ് പെലെയാണ് ലോകമെമ്പാടും കൊണ്ടുപോയിരുന്നത് എന്നത് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രശസ്തിക്ക് ഒരു കാരണമായിരുന്നു. അപ്പോ നുമായിഷി മാച്ച്, പ്രദർശന മത്സരങ്ങൾ കളിക്കാനായി സാന്റോസ് അദ്ദേഹത്തെ ലോകമെമ്പാടും കൊണ്ടുപോയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ പെലെയുടെ അന്താരാഷ്ട്ര പ്രശസ്തിക്ക് ഒരു കാരണമായിരുന്നു. ഇസ് തരഹി കൈ ഓർ ബാത്തേം ഹെ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട്. കിന്തു പക്ഷേ പെലെ की आलोचना करने वाले भी मानते हैं कि उनके जैसा संपूर्ण खिलाड़ी कोई दूसरा नहीं हुआ. അപ്പോ ഇതുപോലെ, അതായത് പക്ഷേ പെലെയുടെ, അതായത് ആലോചന എന്ന് വെച്ചാൽ വിമർശിക്കുന്ന കേട്ടോ, ആലോചന എന്ന് വെച്ചാൽ വിമർശനം. പക്ഷെ പെലെയെ പോലെ
പൂർണ്ണനായ ഒരു കളിക്കാരൻ വേറെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും കരുതിയിരുന്നു. സമ്പൂർണ്ണ ഖിലാഡി, പൂർണ്ണനായ ഒരു കളിക്കാരൻ ദൂസര നഹി ഹുവ, വേറെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തെ ആലോചന കർണേ വാലേ ബി മാൻതേ ഹെ, അതായത് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും വിമർശിക്കുന്നവർ പോലും കരുതുന്നു. ഉൻകെ പാസ് ഫുട്ബോൾ കാ ഹർ ഹുനർ താ, ഫുട്ബോളിനെ സംബന്ധിച്ച് എല്ലാ കഴിവുകളും ഫുട്ബോളിൽ എല്ലാ കഴിവുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹുനർ എന്ന് വെച്ചാൽ കഴിവ് കേട്ടോ. ഫുട്ബോളിൽ അദ്ദേഹത്തിന് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. ഊഞ്ചെ ദർസെ ഹാത്ത, അവയെല്ലാം തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്നവയായിരുന്നു. ഊഞ്ചെ ദർസ എന്ന് വെച്ചാൽ ഉയർന്ന നിലവാരം, അവയെല്ലാം തന്നെ ഉന്നത നിലവാരം, അത് ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. ഉൻകെ സമയമേ ഡിഫൻഡർ आक्रामक खिलाड़ियों के शरीर पर सीधे हमले करते थे और റഫറി यह सब होने देते थे. അപ്പൊ ആ സമയങ്ങളിൽ, ആ കാലത്ത്, അതായത് അദ്ദേഹത്തിന്റെ കാലത്ത് പ്രതിരോധക്കാർ ആക്രമിക്കുന്ന കളിക്കാരുടെ ശരീരത്തെ നേരിട്ട് ആക്രമിക്കാറുണ്ടായിരുന്നു. റഫറി ഇതെല്ലാം അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് നല്ല കളിക്കാരെ നോക്കിയിട്ട് ഓപ്പോസിറ്റ് ടീം എന്ത് ചെയ്യും, അവരെ കടന്ന് ശാരീരികമായിട്ട് ആക്രമിക്കാറുണ്ടായിരുന്നു. റഫറി ഇതെല്ലാം തന്നെ അനുവദിക്കുകയും ചെയ്തിരുന്നു. 5 फुट 8 इंच के पहले से अधिक मार पिटाई किसी दूसरे खिलाड़ी की नहीं हुई. 5 അടി 8 ഇഞ്ച് പൊക്കമുള്ള പെലെയേക്കാൾ അധികം അടിയും ഇടിയും മറ്റൊരു കളിക്കാരനും ഏൽക്കേണ്ടി വന്നിട്ടില്ല. 5 ഫുട്ട് 8 ഇഞ്ച്, അതായത് 5 അടി 8 ഇഞ്ച്, 5 അടി 8 ഇഞ്ച് പൊക്കമുള്ള പെലെയേക്കാൾ അധികം അടിയും ഇടിയും മറ്റൊരു കളിക്കാരനും ഏൽക്കേണ്ടി വന്നിട്ടില്ല. മാർപിട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഹരം, അടിയും ഇടിയും എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. പ്രഹരം, മാർപിട്ടായി എന്ന് വെച്ചാൽ പ്രഹരം. ഉന്നോനെ രോന നഹീം രോയ ഷിക്കായത് നഹീം കി, അദ്ദേഹം കരയുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല. ഷിക്കായത് എന്ന് വെച്ചാൽ പരാതി, രോന എന്ന് വെച്ചാൽ കരയുക. അദ്ദേഹം കരയുകയോ പരാതി പറയുകയോ ചെയ്തിരുന്നില്ല. വേ ഖുദ് ദൂസരോं पर ഫൗൾ करने में ചുക്തെ നഹീം തേ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മേൽ ഫൗൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. ചുക്തെ എന്ന് വെച്ചാൽ അവസരം, ചുക്തെ നഹി എന്ന് വെച്ചാൽ അവസരം നഷ്ടപ്പെടുത്തിയില്ല. ചുക്തെ നഹി അവസരം നഷ്ടപ്പെടുത്തിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ മേൽ ഫൗൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. उन्होंने कड़े अभ्यास से अपने शरीर को मजबूत बनाए रखा. അദ്ദേഹം കഠിനമായ വ്യായാമത്തിലൂടെ തന്റെ ശരീരത്തെ ബലമുള്ളതാക്കി. जबकि ഗാരിഞ്ചാ ने अपनी प्रतिभा शराब पी के बिगाड़ दी. എന്നാൽ ഗാരിഞ്ച എന്താണ് ചെയ്തത്? കഠിനമായ മദ്യപാനത്തിലൂടെ, മദ്യപാനത്തിലൂടെ പ്രതിഭ, തന്റെ കഴിവ് നഷ്ടപ്പെടുത്തി. ബിഗാഡ് നശിപ്പിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക. ഗാരിഞ്ച മദ്യപാനത്തിലൂടെ തന്റെ കഴിവുകൾ നഷ്ടപ്പെടുത്തി. പെലെ കഠിനമായ വ്യായാമത്തിലൂടെ തന്റെ ശരീരത്തെ ബലമുള്ളതാക്കി. എന്നാൽ ഗാരിഞ്ച മദ്യപാനത്തിലൂടെ തന്റെ കഴിവുകൾ നഷ്ടപ്പെടുത്തി. उम्र के साथ जब उनकी आंख और शरीर कमजोर पड़ गए तब उन्होंने अपना खेल टीम की जरूरत के हिसाब से बदल लिया. അപ്പൊ ആ സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ പ്രായത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കണ്ണും ശരീരവും ദുർബലമായപ്പോൾ, ഗാരിഞ്ചയുടെ കണ്ണും ശരീരവും ദുർബലമായപ്പോൾ ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം കളിയുടെ രീതി മാറ്റി. കംസോർ എന്ന് വെച്ചാൽ ദുർബലമാവുക. ജരൂരത്ത് ആവശ്യം, ടീം കി ജരൂരത്ത് ടീമിന്റെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്തു? കളിയുടെ ആ ഒരു രീതി മാറ്റി. വേ ഖുദ് ജിത്നെ ഗോൾ കർത്തേ തേ, സ്വയം എന്ത് ചെയ്യാൻ തുടങ്ങി? ഗോളുകൾ നേടുകയും. സ്വന്തമായിട്ട് ഖുദ് എന്ന് വെച്ചാൽ സ്വയം, ഖുദ് ജിത്നെ ഗോൾ കർത്തേ തേ, സ്വന്തമായിട്ട് ഗോളുകൾ നേടുകയും. അപ്പിനെ करिश्मे से दूसरे को भी गोल बना के देते थे. തന്റെ കഴിവുകൊണ്ട് മറ്റുള്ളവർക്ക് ഗോളടിക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്തിരുന്നു. സ്വന്തമായിട്ട് ഗോൾ നേടുകയും അതോടൊപ്പം തന്നെ തന്റെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. उनकी अनोखी प्रतिभा का तर्क उनके
प्रतिद्वंदियों में था ही उनके लिए एक അനൂട്ട സമ്മാൻ ബീത്ത. അതായത് അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ കഴിവിനെ എതിരാളികൾ ഭയപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഭയപ്പെട്ടിരുന്നു മാത്രമല്ല, അവർക്ക് അദ്ദേഹത്തോട് അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുല്യമായിട്ടുള്ള ആദരവും ഉണ്ടായിരുന്നു. അതായത് എതിരാളികൾ അദ്ദേഹത്തിന്റെ കഴിവിനെ ഭയപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് അവർക്ക് അമൂല്യമായിട്ടുള്ള ആദരവും ഉണ്ടായിരുന്നു. ഉൻകെ ഹുനൂർ കി തരഹ് ഹി ഉൻകി മുസ്കാൻ ബി മഷ്ഹൂർ തി. അദ്ദേഹത്തിന്റെ പുഞ്ചിരി, അദ്ദേഹത്തിന്റെ കഴിവുകൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും പ്രസിദ്ധമായിരുന്നു. മുസ്കാൻ എന്ന് വെച്ചാൽ പുഞ്ചിരി കേട്ടോ. മഷ്ഹൂർ പ്രസിദ്ധമായത് അല്ലെങ്കിൽ പ്രസിദ്ധി എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും പ്രസിദ്ധമായിരുന്നു. टीवी, इंटरनेट और सोशल मीडिया के पहले पेले का नाम सारी दुनिया जानती थी. ടിവി, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഇതെല്ലാം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പെലെയുടെ പേര് ലോകം മുഴുവൻ അറിയുന്നുണ്ടായിരുന്നു. പെലെയ്ക്ക നാം സാരി ദുനിയ ജാൻതി തി. പെലെയുടെ പേര് ലോകം മുഴുവൻ അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ടിവി, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ പെലെയുടെ പേര് ലോകം മുഴുവൻ അറിയുന്നുണ്ടായിരുന്നു. ഗർഗർ മേ പത്താത്താക്കി പെലെ കോൻ ഹേ. ഒരു വീട് എടുത്താലും എല്ലാ വീട്ടുകാർക്കും എന്താണ് പെലെയെ അറിയാമായിരുന്നു. അതായത് പെലെ ആരാണെന്ന് എല്ലാ വീട്ടുകാർക്കും അറിയാമായിരുന്നു. വേ പഹലെ ഖിലാഡി തെ ജിൻ പർ അനേക് ഫിൽമേ ബനി. അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് നിരവധി സിനിമകൾ നിർമ്മിച്ച ആദ്യ കളിക്കാരനായിരുന്നു. ऐसे कई गोलकीपर थे जो अपना परिचय देते समय बताते कि पेले ने उन्होंने कैसे चमका दिया था. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്ന സമയത്ത് പെലെ എങ്ങനെയാണ് കളിയിൽ തങ്ങളെ കബളിപ്പിച്ചതെന്ന് പറയുന്ന ധാരാളം ഗോൾ കീപ്പർമാർ ഉണ്ടായിരുന്നു. ആ പെലെ തന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കളിയുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ കളിയുടെ ആ ഒരു ട്രിക്കുകൾ അല്ലെങ്കിൽ കളിയിൽ എങ്ങനെയാണ് അദ്ദേഹം എതിരാളികളെ കബളിപ്പിക്കുന്നത് എന്നെല്ലാം പറയുന്ന ഒരുപാട് ഗോൾ കീപ്പർമാർ ഉണ്ടായിരുന്നു. फुटबॉल की लोकप्रियता पेले की ख्याति के साथ दुनिया भर में फैली. ഫുട്ബോളിന്റെ ജനപ്രീതി പെലെയുടെ പ്രശസ്തിയോടൊപ്പം പെലെക്ക് ഖ്യാതി കെ സാത്ത് പെലെയുടെ പ്രശസ്തിയോടൊപ്പം ദുനിയാ ഭർ മേ ഫൈലി. ലോകം മുഴുവൻ വ്യാപിച്ചു. और यह सब उन्होंने तब किया जब अफ्रीकी मूल के काले वर्ण के लोगों का दुनिया भर में अपमान होता था. ആഫ്രിക്കൻ വംശജരായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാർ ലോകമെമ്പാടും അപമാനിക്കപ്പെട്ടപ്പോഴാണ് പെലെ ഇതെല്ലാം ചെയ്തത്. അതായത് ആഫ്രിക്കക്കാരായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ലോകം മുഴുവൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. ഉൻഹെ കംതർ ആങ്ക ജാത്താ ത. അവരെ തരം താഴ്ന്നവരായി, കംതർ എന്ന് വെച്ചാൽ തരം താഴ്ത്തപ്പെടുക, തരം താഴ്ത്തി കാണിക്കുക. അപ്പോ അവരെ തരം താഴ്ന്നവരായി കണക്കാക്കിയിരുന്നവരായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ബിനാ സ്കൂൾ കി ശിക്ഷ കെ बयान गरीबी और भुखमरी के निकल के फुटबॉल के दिल पर इस तरह किसी दूसरे के राजा नहीं किया. അതായത് സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ബയാന ഗരീബി, അതായത് കൊടിയ ദാരിദ്ര്യത്തിലും അതേപോലെ തന്നെ പട്ടിണിയിലും കൊടിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിൽ നിന്ന് വന്ന് ഇതുപോലെ ഫുട്ബോളിന്റെ ഹൃദയം ഭരിച്ച മറ്റൊരാളില്ല. അതായത് സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നിന്ന് വന്ന് ഇതുപോലെ ഫുട്ബോളിന്റെ ഹൃദയം ഭരിച്ച മറ്റൊരാളില്ല. ക്യാ ആകെ കോയി കർ സകേഗ. ഇനി ആർക്കെങ്കിലും ഇതിന് കഴിയുമോ? ഇനി പെലെ പോലെ ആർക്കെങ്കിലും ഇനി ജന്മമെടുക്കാൻ കഴിയുമോ? ഇനി ആരെങ്കിലും അതുപോലെ ഒരു പ്രതിഭ ഉടലെടുത്ത് വരുമോ? ആർക്കെങ്കിലും ഇതിന് കഴിയുമോ? ജി ഹാം, അതെ. ഫുട്ബോൾ കാ ഏക് രാജ ഹേ ഹമേഷ രഹേഗ. അതെ, ഫുട്ബോളിന് ഒരു രാജാവുണ്ട്,
എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു രാജാവുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും. നകാർനേക്ക് ഹിമ്മത്ത് ന കീജിയേഗ, അത് നിഷേധിക്കാൻ ധൈര്യം കാട്ടരുത്. അത് ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം, നകാർനെ എന്ന് വെച്ചാൽ തിരസ്കരിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക, അത് നിഷേധിക്കാൻ ധൈര്യം കാട്ടരുത്. ക്യാ അപ്നെ ആപ് കോ പെലെ സംജ് രഹാ ഹേ, നിങ്ങൾ സ്വയം പെലെയാണെന്ന് കരുതിയിരുന്നു. പാഠഭാഗത്തിന്റെ ആശയം വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗത്തിന്റെ നോട്ട്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഗാലക്സി പ്ലസിന്റെ ഓൺലൈൻ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സബ്ജക്ട് വൈസ് ട്യൂഷനും അവൈലബിൾ ആണ്. ഡീറ്റെയിലിനായി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.